ഒരു തീപിടുത്തമുണ്ടായാൽ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് എവർസേഫ് MD സജീവൻ ക്യാപിറ്റൽ ടിപ്സിൽ വിശദീകരിക്കുന്നു. സുരക്ഷ, സേഫ്റ്റിയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. സേഫ്റ്റി രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 26 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം, സുരക്ഷാ രംഗത്ത് അല്ലെങ്കിൽ സേഫ്റ്റി രംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും പ്രാതിനിധ്യവും നൽകുന്ന ഒരു രാജ്യമാണ് UAE. മനുഷ്യൻ്റെ സ്വത്തിനും ജീവനും അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത്രയും പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീപിടുത്തമുണ്ടാകാതിരിക്കുന്നതിന് എടുക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? ചൂട് കൂടി വരുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചൂട് കൂടുന്തോറും പ്രത്യേകിച്ച് ഇലക്ട്രിക് സർക്യൂട്ട് വഴിയുള്ള ഫയറുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ തന്നെ അതിനെക്കുറിച്ച് അതെങ്ങനെ കില്ല് ചെയ്യാം, ചെറിയ ഫയറാണെങ്കിൽ നമുക്ക് എങ്ങനെ കില്ല് ചെയ്യാം എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അതിൻ്റേതായ ഒരു ധാരണ എല്ലാവർക്കും എത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ സിവിൽ ഡിഫൻസ് UAE സിവിൽ ഡിഫൻസ് അതിന് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ബിൽഡിംഗ് കയറി ഇറങ്ങി അവർ ഓരോ ദിവസവും അവർക്ക് മറ്റുള്ള ആളുകൾക്ക് എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാലും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ യൂണിറ്റ് AC ആണെങ്കിൽ അനാവശ്യമായിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് പോകാതിരിക്കുക. കേബിളിംഗ്, വയറിംഗ്, ഇലക്ട്രിക്കൽ കേബിളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതുപോലെ കുട്ടികളെ ശ്രദ്ധിച്ച് ഫയറിൽ നിന്നും അകറ്റി നിർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇപ്പോൾ ആൾമോസ്റ്റ് നമ്മളുടെ പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങുകളിലും നമുക്ക് ഫയറിൽ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തു തന്നിട്ടുണ്ട്. ഒരു തീപിടുത്തമുണ്ടായാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഫ്ലാറ്റിൽ ഇപ്പോൾ ഒരു ചെറിയ ഫയർ ഉണ്ടായെന്ന് വെച്ചോ. ആ ചെറിയ ഫയർ ഉണ്ടായാൽ തന്നെ അത് മാറ്റാനുള്ള അല്ലെങ്കിൽ അത് കില്ല് ചെയ്യാനുള്ള സംവിധാനം ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തന്നെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആദ്യമായി നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഒരു ഫയർ ഇപ്പോൾ മെയിൻലി നമുക്ക് ഫയർ ഉണ്ടാകുന്നത് കിച്ചണിൽ നിന്നാണ്. കിച്ചണിൽ നിന്ന് ഫയർ ഉണ്ടായാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ഷർ വെച്ചിട്ടുണ്ട്. ആ കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ഷർ ചെറിയ ഫയർ ആണെങ്കിൽ അതുകൊണ്ട് നമുക്ക് കില്ല് ചെയ്യാൻ സാധിക്കണം. അതല്ല, അതിൽ നിൽക്കുന്ന ഒരു ഫയറല്ല എങ്കിൽ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ കോറിഡോറിൽ വാട്ടർ സിസ്റ്റം ഉപയോഗിച്ച് ഫയർ കില്ല് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതും നമ്മൾ അതിൽ നിന്ന് ഹോസ് റീൽ സിസ്റ്റമാണത്. ആ ഹോസ് റീൽ സിസ്റ്റം ഹോസ് വലിച്ച് അത് ഓപ്പറേറ്റ് ചെയ്താൽ അതിൽ നിന്ന് വെള്ളം വരും. വെള്ളം വന്നാൽ നമുക്ക് ചെറിയ ഒരുമിക്ക ഫയറുകളും നമുക്കത് കില്ല് ചെയ്യാൻ പറ്റും. അതിൽ നിന്നും നിൽക്കുന്നില്ല, അതിൽ നിൽക്കാത്തൊരു ഫയറാണെങ്കിൽ നമ്മൾ നേരെ ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെയർ കേസ് വഴി അടിയിലിറങ്ങി നമ്മൾ ബന്ധപ്പെട്ട സിവിൽ ഡിഫൻസ് അധികാരികളെ മറ്റു അധികാരികളെ അറിയിക്കുന്നതാണ് നല്ലത്. അഗ്നിശമനോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് കറക്റ്റായിട്ട് ആർക്കും അറിയില്ല. ആദ്യമായിട്ട് നമ്മുടെ ഫ്ലാറ്റിലുള്ള സിലിണ്ടർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, അതിനുശേഷം നമ്മൾ കോറിഡോറിലേക്ക് വന്നാൽ ഹോസ് റീൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് സിവിൽ ഡിഫൻസിനെ അറിയിക്കുക, പോലീസിനെ അറിയിക്കുക, ഇതെല്ലാം നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം. ഞാൻ കഴിഞ്ഞ 26 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറേ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ അറിവിൽ നിന്നുള്ള ഒരു ചെറിയ ശേഖരമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഗുണനിലവാരമുള്ള ഒട്ടനവധി കണ്ണടകളെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും വിശദീകരിക്കുകയാണ് അബുദാബി മജസ്റ്റിക് ഒപ്റ്റിക്കൽസിൻ്റെ MD ഹരീന്ദ്രൻ. നമ്മൾ ധരിക്കുന്ന ഔട്ട്ഫിറ്റ് അനുസരിച്ച് വളരെ ട്രെൻഡിയായി ആക്സസറൈസ് ചെയ്യുക എന്നത് ഇന്നത്തെ പുതുതലമുറയുടെ ഒരു സൗന്ദര്യ സങ്കല്പം തന്നെയാണ്. ആക്സസറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന ആഭരണങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ ഗ്ലാസസ് അല്ലെങ്കിൽ ഐവെയറിനും തുല്യ പ്രാധാന്യമുണ്ട്. അത്തരം ഗ്ലാസുകളുടെ കളക്ഷനുമായാണ് ഇന്നത്തെ ക്യാപിറ്റൽ ലൈഫ് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബി മോളിന് മുൻവശത്തുള്ള മജസ്റ്റിക് ഒപ്റ്റിക്കൽസിലാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഗ്ലാസിൻ്റെ. ഹായ് സർ. ഹായ് സർ, ഈ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ എത്ര നാളായി? ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് 25 years.
ഞാനിവിടെ അബുദാബിയിൽ വന്നിട്ട് 35 ഇയേഴ്സായി. 35 ഇയേഴ്സിൽ മൂന്നാമത്തെ ജനറേഷനാണ് ഗ്ലാസ് കൊടുക്കുന്നത്. ഇവിടെ ഒരുപാട് ബ്രാൻഡ്സിന്റെ പേര് കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തൊക്കെ ബ്രാൻഡ്സ് ആണ്, മേജർ ബ്രാൻഡ്സ് ബ്രാൻഡ്സ് ലോകത്തിൽ വെച്ചുള്ള എല്ലാ ബ്രാൻഡ്സും എൻ്റെ അടുത്തുണ്ട്. ഞങ്ങൾക്ക് ISO അംഗീകാരമൊക്കെ കിട്ടിയ ഏക ഷോപ്പ് ഇതാണ്. സാർ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ്, മുഴുവനും ഫുൾ ലേറ്റസ്റ്റ് കളക്ഷനാണ്. ഇപ്പൊ ഈ ഒരു സീസണിൽ മൂവ് ചെയ്യുന്ന കൂടുതൽ മൂവ് ചെയ്യുന്നത് ഇതേമാതിരി പോളറൈസ്ഡ് ഗ്ലാസ്. പോളറൈസ്ഡ് ഡ്രൈവിംഗ് ഇസ് മച്ച് ബെറ്റർ. നല്ല മൂവ്മെന്റ് പോളറൈസ്ഡ്. ഈ പോളറൈസ് എന്ന് പറയുമ്പോൾ പോളറൈസ്ഡ് UV ഉണ്ട്, എല്ലാത്തിലും 100% UV ആണ്. അതിന് പുറമെ ഞങ്ങൾ ഗ്ലെയർ കംപ്ലീറ്റ് ആന്റി ഗ്ലെയർ കട്ട് കംപ്ലീറ്റ് ചെയ്യാം. മഹാത്മാഗാന്ധി മോഡൽ ഗ്ലാസ്, അതേപോലെ വിത്ത് ലെതർ കവറിങ്, എല്ലാം ലേറ്റസ്റ്റ് മോഡൽസ്. നല്ല ഇതിന്റെയൊക്കെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് സാർ? പ്രൈസ് അറൗണ്ട് 800 റേഞ്ച് വരും. സോ ഞാൻ റെയ്ബാൻ അല്ലാതെ വേറെ കുറച്ച് ബ്രാൻഡ്സ് ഞങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തി. മീൻസ് ഇത് മോൺബ്ലാങ്ക് നല്ല ഫേമസ് ബ്രാൻഡാണ്. ഇതെല്ലാം പുതിയ വന്നു. അതുപോലെ തന്നെ ഇത് ഡുഗാട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണത്. അതുപോലെ തന്നെ ഷോപ്പാട് ബ്രാൻഡ്, ഷോപ്പാട് ലിമിറ്റഡ് എഡിഷൻ ബ്രാൻഡ്സ് ഒക്കെ ഒരു അറബ്സിന് വലിയ കൂടുതൽ മൂവ് ചെയ്യുന്ന നല്ല മൂവ്മെന്റ് ആണ്. ഇത് കണ്ടില്ല, നമ്മൾ ജെൻസിന്റെ കുറെ കളക്ഷൻ കണ്ടു സാർ. ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ലേഡീസ് വെയർ ഒന്ന് പരിചയപ്പെടുത്തരുമോ? ലേഡീസിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. നല്ല കംപ്ലീറ്റ് നല്ല ഹൈ ആൻഡ് ക്വാളിറ്റിയാണ്. ബൾഗാരി വിത്ത് ഡയമണ്ട് സ്റ്റോൺ, സിറോസ്കി സ്റ്റോൺസ്, അതുപോലെ തന്നെ ഇത് സിറോസ്കി ആണ്. എല്ലാ ബ്രാൻഡ്സ്, റോബർട്ടോ കവാലി, ജസ് കവാലി, എല്ലാ ബ്രാൻഡ്സും. സോ ഒരുപാട് വെറൈറ്റീസ് ഗ്ലാസസ് ഉണ്ട് ഇവിടെ. സാർ എവിടെ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്? ഞങ്ങളത് എല്ലാ എക്സിബിഷനും പോകും. ഇറ്റലി, ഫ്രാൻസ്. സൺഗ്ലാസ് കൂടുതൽ വരിക ഫ്രാൻസ്, സിൽമോ കളക്ഷൻ. ഫ്രെയിംസ് വരിക ഇറ്റലി. സോ നമ്മൾ സൺഗ്ലാസ് ഒക്കെ പരിചയപ്പെടുത്തി തന്നു. ഇനി ഞങ്ങൾക്ക് കുറച്ച് ഗ്ലാസ് അതിന്റെ ഫ്രെയിംസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാമോ? ഫ്രെയിംസ് മീൻസ് ഇതാ, ഇത് കരോളിന ഹെറേറ, ഫേമസ്, വേൾഡ് ഫേമസ് ബ്രാൻഡാണ് ലേഡീസിൻ്റെ. അതിൻ്റെ അറൗണ്ട് 100 മോഡൽസ് ഉണ്ട്. ഇത് ജെൻസ് കളക്ഷനാണ്, സ്റ്റിങ്ങിൻ്റെ. അതുപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്. പിന്നെ ഇതിൻ്റെ വേറൊരു കൺസെപ്റ്റാണ്, ഈ ടെമ്പർ നമുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കളർ. ഇത് കരോളിന ഹെറേറ, ഇത് പുതിയ ഏറ്റവും ഹൈ എൻഡ് ബ്രാൻഡാണ്. യൂറോപ്പിലെ ഏറ്റവും ഫേമസ് ബ്രാൻഡാണത്. സാർ അപ്പോൾ കുറച്ച് കിഡ്സ് കളക്ഷൻ ഒന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തി തരുമോ? കിഡ്സ് കളക്ഷൻ ഇത് മൊത്തം കിഡ്സിൻ്റെ ബ്രാൻഡഡ് കളക്ഷൻസ്. ഇത് ഇത് അൺബ്രേക്കബിൾ ആണ്, തീരെ ലൈറ്റ് വെയിറ്റ് ആണ്, എറിഞ്ഞാലും പൊട്ടില്ല. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഇത് മുമ്പൊക്കെ ഗ്ലാസസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ അല്ലായിരുന്നു. ഓൾ ത്രൂ ദി ഇയർ ഒരു ഗ്ലാസ് ഒക്കെ വെച്ച് മാനേജ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് കഥ അപ്പാടെ മാറിക്കഴിഞ്ഞു. പല വെറൈറ്റീസ്, പല ഇവൻറ്റ്സിനനുസരിച്ച്, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിനനുസരിച്ച് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഗ്ലാസസ് അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റിൽ. അത്തരം കളക്ഷൻസുമായി എത്തിയ ഇന്നത്തെ ക്യാപിറ്റൽ ലൈഫ് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും പുതിയ കാഴ്ചകളുമായി ക്യാപിറ്റൽ ലൈഫിലൂടെ അടുത്ത ആഴ്ച കാണാം. അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം agin@amruthatv.com. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.